വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്താ പഠിച്ചത്? പീരിയോഡിക് ട്രെൻഡുകളെ പറ്റി പഠിച്ചു അല്ലെ. അയണൈസേഷൻ എന്താൽപ്പിക്ക് ഒരു പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പിനും പീരീഡിനും എലോങ് ആയിട്ട് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കുറച്ച് ബ്ലോക്കുകൾ പഠിച്ചില്ലേ, എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. ഈ എലമെൻറ്റുകളുടെ കുറച്ച് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, നോട്ട് കിട്ടാൻ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മളൊരു പീരിയോഡിക് ടേബിൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അത് നമ്മൾ ആദ്യം പഠിച്ച ബ്ലോക്ക് എന്ന് പറയുന്ന ആരാണ്? എസ് ബ്ലോക്ക് ആണ് അല്ലേ. നമ്മുടെ പീരിയോഡിക് ടേബിൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ആദ്യം കാണുന്ന ഈ ഒരു ആൾക്കാരെ അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എസ് ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. എസ് ബ്ലോക്കിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഇലക്ട്രോൺ എന്ന് പറയുന്നത് പോയിരിക്കുന്നത് അവസാനത്തെ എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിലായിരിക്കും. ഗ്രൂപ്പ് നമ്പർ 1ഉം ഗ്രൂപ്പ് നമ്പർ 2ഉമാണ് ഇതിനകത്ത് ഉൾക്കൊള്ളുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇതാണ് രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം, അതുപോലെ ബെരീലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബാരിയം, റേഡിയമാണ് എന്ത് ചെയ്യുന്നത് ഇതിൽ വരുന്ന എലമെൻറ്റുകൾ. അപ്പോൾ ഇവരുടെ പ്രോപ്പർട്ടീസ്, ഇവരുടെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ, ഇവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, ആരാണ് എസ് ബ്ലോക്ക് എലമെൻറ്റ്? ഒന്നാമത്തെ ഗ്രൂപ്പിനെയും രണ്ടാമത്തെ ഗ്രൂപ്പിനെയും കൂടി ചേർത്താണ് നമ്മൾ എസ് ബ്ലോക്ക് എലമെൻറ്റുകളെന്ന് വിളിക്കുന്നത്. സെറ്റാണ്. ഓക്കെ, അവരുടെ പേരെന്താണ്? ഒന്നാമത്തെ ഗ്രൂപ്പുകൾ നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്നും രണ്ടാമത്തെ ഗ്രൂപ്പിൽ നമ്മൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നുമാണ് വിളിക്കുന്നത്. 2 പോയിൻ്റായി. ഒന്ന്, എസ് ബ്ലോക്ക് എലമെൻറ്റുകൾ എന്ന് പറയുന്നത് ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസുമാണ്. അതായത് ഗ്രൂപ്പ് 1ഉം 2ഉം എന്ന് പറയുന്നത്. ഇവരെ എന്തുകൊണ്ട് എസ് ബ്ലോക്ക് എന്ന് വിളിച്ചു എന്ന് വെച്ചാൽ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എസ് എന്ന സബ്ഷെല്ലിൽ പോകുന്നത് കൊണ്ട് മുന്നേ നമ്മൾ പഠിച്ച കാര്യം ആണ്. ഇനി ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ നോക്കുമ്പോൾ അവസാനം ഇവർ എസ് സബ്ഷെല്ലിലാണ് അവസാനിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഇവർ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 അല്ലെങ്കിൽ 2 ഇലക്ട്രോൺസ് ആയിരിക്കും ബാക്കി ഉണ്ടാവുക. ആണോ അല്ലേ? ഇവിടെ സോഡിയം നമുക്ക് നോക്കിയേ. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 11 ആണ്. അപ്പോൾ 281 എന്നാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സബ്ഷെൽ കോൺഫിഗറേഷൻ അല്ല, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സബ്ഷെല്ലാണെങ്കിലോ 1s2, 2s2, 2p6, 3s1 എന്ന് വരും. ഇവിടെ മെഗ്നീഷ്യം കണ്ടോ? മെഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 12 അല്ലേ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയായിരിക്കും? 282. ഇനി അതിൻ്റെ സബ്ഷെൽ കോൺഫിഗറേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ എത്രയായിരിക്കും വരുന്നത്? 1s2, 2s2, 2p6, 3s2. കണ്ടോ? അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? ഇവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒന്നുകിൽ 1 അല്ലെങ്കിൽ 2. ഒന്നാമത്തെ ഗ്രൂപ്പുകാരുടെ എല്ലാ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ കാണും. രണ്ടാമത്തെ ഗ്രൂപ്പുകാരുടെ എല്ലാ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോണും കാണും. അപ്പോൾ ഇവർ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഇവരെങ്ങനെ ബിഹേവ് ചെയ്യും? ഇവിടെ നമുക്കറിയാം, ഏതൊരു എലമെൻറ്റും കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന എന്തിനാണ്? അതിന് സ്റ്റേബിൾ ആകാൻ വേണ്ടിയാണ്. അതിനെന്താകാൻ വേണ്ടിയിട്ടാണ്? സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ എത്തണം. ഒക്ടക്റ്റ് റൂൾ എന്ന് പറയും. ഔട്ടർ മോസ്റ്റിൽ എത്ര വേണം? 8 വേണം. അപ്പോൾ നോക്കിയേ, ഈ സോഡിയത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ അവസാനമുള്ള 1നെ കളഞ്ഞു കഴിഞ്ഞാൽ അവൻ 8ആയി. മെഗ്നീഷ്യത്തിന് അവസാനത്തെ 2നെ കളഞ്ഞു കഴിഞ്ഞാൽ എന്തായി? സ്റ്റേബിളായി. അപ്പോൾ ഇവർ ജനറലി ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സമയത്ത് ഇവർ എന്ത് ചെയ്യും? ഇവർ സിംപ്ലി ചെയ്യുന്നത് അവരുടെ ഔട്ടർ മോസ്റ്റിലുള്ള ആളെ എന്ത് ചെയ്യുന്നു? പിടിച്ചങ്ങോട്ട് കൊണ്ടുപോക്കുമെന്ന് പറയും. ഇവൻ എനിക്ക് ആവശ്യമില്ല, കൊണ്ടുപോക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഡൊണേറ്റ് ചെയ്യും. അവരെന്ത് ചെയ്യും? ഡൊണേറ്റ് ചെയ്യും. അങ്ങനെ ഡൊണേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഡൊണേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ചാർജ് എന്ന് പറയുന്നത് എന്ത് ചാർജാണ്? പോസിറ്റീവ് ചാർജാണ്. ഡൊണേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജാണ്. കാരണം ആലോചിച്ച് നോക്കിയേ, ഈ പറയുന്ന സോഡിയം തന്നെ ഞാൻ വീണ്ടും എടുക്കുന്നു ഒരു എക്സാമ്പിളായിട്ട്. സോഡിയം എന്ന് പറയുന്ന ആളെ തന്നെ എടുക്കുന്നു. സോഡിയം അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 11 ആണ്. 281 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം, ഈ പറയുന്ന സോഡിയത്തിൽ 11 പ്രോട്ടോണും 11 ന്യൂട്രോണും 11 ഇലക്ട്രോണും ഉണ്ടായിരുന്നു. പ്രോട്ടോണ് പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോണ് നെഗറ്റീവ് ചാർജ്, ന്യൂട്രോണ് നോ ചാർജ്. അപ്പോൾ നെറ്റ് ചാർജ് ഇപ്പം 0 പക്ഷെ അവിടെ നിന്ന് ഞാൻ ഒരു ഇലക്ട്രോണ് ഡൊണേറ്റ് ചെയ്തു. ആര്? ഞാനല്ല, സോഡിയം ഡൊണേറ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ എത്ര ഇലക്ട്രോണേ ഉള്ളൂ അവിടെ? അപ്പോൾ ഇപ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണം 10 ആണ്. അപ്പോൾ നോക്ക്, 11 പോസിറ്റീവും 10 നെഗറ്റീവും. അപ്പോൾ 10ഉം 10 ക്യാൻസലായി. അപ്പോൾ എന്ത് പറ്റും? നെറ്റ് ചാർജ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആകത്തില്ലേ? സോ +1 വരും.
അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുന്ന സമയത്ത് ഇവർ ഇലക്ട്രോണുകൾ ഡൊണേറ്റ് ചെയ്യാറാണ് പതിവ്. ഒന്നാം ഗ്രൂപ്പ് രണ്ടാം ഗ്രൂപ്പ് ഇലക്ട്രോണുകൾ ഡൊണേറ്റ് ചെയ്യാറാണ് പതിവ്. ഇവിടെ സോഡിയം ക്ലോറൈഡിൻ്റെ റിയാക്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കി, സോഡിയം ക്ലോറൈഡ് വരുമ്പോൾ പ്രത്യേകത സോഡിയത്തിന് 281 ആണ്, ക്ലോറിനാണെങ്കിലോ 287 ആണ്, 17. അപ്പോൾ ഇവന് 7 വേണം, 7 ഉണ്ട്, ഇവന് 1 ഉണ്ട്. ഈ 1 ഇവന് കിട്ടിക്കഴിഞ്ഞാൽ ക്ലോറിൻ ഹാപ്പി, 1 പോയി കഴിഞ്ഞാൽ സോഡിയോ ഹാപ്പി. അപ്പോൾ എന്ത് പറ്റും? സോഡിയം എന്ന് പറയുന്ന ആൾ എന്ത് പറ്റും? ഒരു ഇലക്ട്രോണ് കൊടുത്തിട്ട് Na+ ആയിട്ട് മാറും. ക്ലോറിൻ എന്ത് പറ്റും? ഈ ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്ത് Cl- ആയിട്ട് മാറും. ഈ പ്ലസും മൈനസും കൂടെ അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്ത് സോഡിയം ക്ലോറൈഡ് ആയിട്ട് മാറും. ആണല്ലോ. അപ്പോൾ ഇവിടെ സോഡിയം എത്ര ഇലക്ട്രോൺ കൊടുത്തു? 1 കൊടുത്തു. അപ്പോൾ സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ +1 ആയിരിക്കും. ക്ലോറിൻ്റെതാണെങ്കിൽ എത്രയായിരിക്കും? -1 ആയിരിക്കും. കാരണം അവൻ 1 എന്ത് ചെയ്തു? അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഓക്സിഡേഷൻ കേട്ട് പേടിക്കേണ്ട, പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കഴിഞ്ഞ വർഷം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കുക, അവൻ എത്ര ഇലക്ട്രോൺ കൊടുക്കുന്നു, എത്ര ഇലക്ട്രോൺ വാങ്ങുന്നു. തൽക്കാലത്തേക്ക് അതിലിനി ഒരുപാട് പറയാനുണ്ട് എങ്കിലും. അപ്പോൾ എന്തുവാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ അവൻ എത്ര കൊടുത്തു? സോഡിയം എത്ര ഇലക്ട്രോൺ കൊടുത്തു? 1 കൊടുത്തു. അപ്പോൾ അവൻ കൊടുക്കുമ്പോൾ അവൻ എന്താണ്? കൊടുക്കുകയാണ് അല്ലേ. അപ്പം നെറ്റ് ചാർജ് പോസിറ്റീവായിട്ട് മാറും. സോ കൊടുക്കുമ്പോൾ നമ്മളതിന് +1 എന്ന് പറയും, വാങ്ങുമ്പോൾ നമ്മളതിൻ്റെ -1 എന്ന് പറയും. അപ്പോൾ സോഡിയം ക്ലോറൈഡ് എടുത്താൽ സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +1, ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -1. മെഗ്നീഷ്യം ഓക്സൈഡ് എടുക്കാം. മെഗ്നീഷ്യം പറഞ്ഞു ഔട്ടർ മോസ്റ്റിൽ എത്രയാണ് ഉള്ളത്? 2 ഇലക്ട്രോൺ ആണ് ഉള്ളത്. മെഗ്നീഷ്യയിൽ നമ്മൾ എഴുതി വെച്ചേക്കുന്നത് 282, 12 അറ്റോമിക് നമ്പർ വരുന്നത്. അപ്പോൾ 2 ഇലക്ട്രോൺ ഉണ്ടല്ലോ. അപ്പോൾ 2 ഇലക്ട്രോണിനെ ഈ രണ്ടും അങ്ങോട്ട് കൊടുക്കാം. ആർക്ക് കൊടുക്കാം? ദേ കിടക്കുന്ന ഓക്സിജൻ. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ എത്ര? 8. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കിയേ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഓക്സിജൻ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? O2 വേണ്ട, O മതി. 2,6 എന്ന് വരും അല്ലേ. 2,6. അപ്പോൾ 8 എണ്ണമായി. അപ്പോൾ 6 ഉണ്ട്, 2 കിട്ടിയ ഹാപ്പി. മെഗ്നീഷ്യത്തിനാണെങ്കിലോ 2 കൊടുക്കാനുണ്ട്. അപ്പോൾ മെഗ്നീഷ്യം എന്ത് ചെയ്യും? മെഗ്നീഷ്യം അവൻ്റെ 2 ഇലക്ട്രോണെ കൊടുത്തിട്ട് Mg2+ ആയിട്ട് മാറും. +2 ഇലക്ട്രോൺ. ഈ 2 ഇലക്ട്രോൺ ആര് വാങ്ങും? ഓക്സിജൻ വാങ്ങും. അപ്പോൾ O+2 ഇലക്ട്രോൺ എന്ത് പറ്റും? ഈ പറയുന്ന O2 O-2 ആയിട്ട് മാറും. O-2 ആയിട്ട് മാറും. ഈ +2 ഏത് +2? ഇതാ ഇവിടെ കാണുന്ന ഈ പറയുന്ന +2 ഈ പറയുന്ന -2 കൂടി ചേർന്നിട്ട് എന്തായിട്ട് മാറും? MgO ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ മെഗ്നീഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചോദിച്ചാൽ നിങ്ങൾ പറയണം മെഗ്നീഷ്യം എത്രയാണ് കൊടുത്തത്? മെഗ്നീഷ്യം കൊടുത്തത് 2 ആണ്. അപ്പോൾ +2. ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? 2 എണ്ണം വാങ്ങിച്ചു. അപ്പോൾ -2. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താ കണ്ടത്? ഈ പറയുന്ന ഒന്നാമത്തെ ഗ്രൂപ്പിലും രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ളവരെല്ലാവരും എന്താണ്? നല്ല രീതിയിൽ ദാനശീലരാണ്. അവർ ഇലക്ട്രോണെ കൊടുക്കും. അപ്പോൾ കൊടുക്കുമ്പോൾ അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി എത്രയായിട്ടാണ് മാറുന്നത്? + ആയിട്ടാണ് മാറുന്നത്. ഒന്നാമത്തെ ഗ്രൂപ്പുകാരന്മാരെല്ലാം ഒരാൾക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. സോ +1 ആയിട്ട് മാറും. രണ്ടാമത്തെ ഗ്രൂപ്പുകാർക്കൊക്കെ 2 ഇലക്ട്രോൺ കൊടുക്കാനുണ്ട്. അപ്പോൾ എന്തായാലും +2 ആയിട്ട് മാറും. സോ ഗ്രൂപ്പ് 1ലെയും 2ലെയും എലമെൻറ്റുകൾ കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1ഉം +2ഉമാണ്. +1ഉം +2ഉം ആണ്. സെറ്റാണല്ലോ. ഇപ്പം എന്താ പറഞ്ഞത്? ഒന്നാമത്തെ ഗ്രൂപ്പ് എലമെൻറ്റുകൾ 1 ഇലക്ട്രോണ് കൊടുക്കും. സോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1. മറ്റേതിപ്പോൾ നമ്മൾ നോക്കണ്ട. രണ്ടാമത്തെ ഗ്രൂപ്പുകാർ 2 ഇലക്ട്രോൺ കൊടുക്കും. സോ +2. അപ്പോൾ എന്താ പറ്റുന്നത്? ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു കെമിക്കൽ റിയാക്ഷനിൽ എത്ര പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു എന്നുള്ളതാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ബേസിക്കായിട്ട് നമുക്കത് എത്ര ഇലക്ട്രോൺ കൊടുത്തു എന്നതിൻ്റെ ചാർജിന് ഈക്വലായിട്ട് തൽക്കാലം എഴുതാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ കണ്ടത് ഒന്നാമത്തെ ഗ്രൂപ്പുകാരുടെ എല്ലാവരുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +1ഉം രണ്ടാമത്തെ ഗ്രൂപ്പുകാരുടെ എല്ലാം ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +2ഉമാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? ഇപ്പോൾ പറഞ്ഞെന്താ? ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പുകാരെ വിളിക്കുന്ന പേര് S ബ്ലോക്ക് എലമെൻറ്റ്. സെറ്റാണ്, എല്ലാവർക്കും അറിയാം. അതിൽ ഒന്നാമത്തെ ആൾക്കാർ വിളിക്കുന്ന പേര് ആൽക്കലി മെറ്റൽസ്, രണ്ടാമത്തെ ആൾക്കാർ വിളിക്കുന്ന പേര് ആൽക്കലി എർത്ത് മെറ്റൽസ്. ഇവർ കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര? ഒന്നാമത്തെ ഗ്രൂപ്പുകാർ എപ്പോഴും 1 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യും. സോ +1 ഓക്സിഡേഷൻ കാണിക്കും. രണ്ടാമത്തെ ഗ്രൂപ്പുകാരൊക്കെ 2 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യും. സോ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. ഒരു കെമിക്കൽ പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ വിശദീകരിച്ചത്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെയാണ് ഒരു ഗ്രൂപ്പിൽ മാറുന്നത്. ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു സ്റ്റേജിലോട്ട് പോവുകയാണ്, ഫിസിക്കൽ സ്റ്റേജിലോട്ട് പോവുകയാണ്. S ബ്ലോക്ക് എലമെൻറ്റുകൾ എല്ലാവരും എന്താണ്? സോളിഡ് ആണ്. പക്ഷേ ഒരാൾ മാത്രം നോർമൽ ടെമ്പറേച്ചർ ലിക്വിഡായിട്ട് നിൽക്കും. ആരാണത്? സീസിയം ആണ്. സീസിയം 28.4 ഡിഗ്രി സെൽഷ്യസ് മെൽറ്റ് ആവും എന്നുള്ളത് കൊണ്ട് തന്നെ സാധാരണ ഒരു ചൂടുള്ള ദിവസം സീസിയം കാണുന്ന എന്തിലായിരിക്കും? ലിക്വിഡ് സ്റ്റേറ്റിൽ ആയിരിക്കും. അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ നോർമലി ഇവരെല്ലാവരും എന്താണ്? സോളിഡുകളാണ്. പക്ഷേ എന്ത് പറ്റും? മെറ്റൽ പ്രോപ്പർട്ടീസ് മെറ്റൽസ് ആണ്. അതുപോലെ സോളിഡ്സ് ആണ്. അവർ എന്തുകൂടെ കാണിക്കും? സോളിഡ് പ്രോപ്പർട്ടി കാണിക്കും. സീസിയം ആണ് വെറൈറ്റി. അതുകൊണ്ട് തന്നെ സീസിയം ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത. ഇനി
റേഡിയോ ആക്ടിവിറ്റിയുടെ കാര്യത്തിനകത്ത് നമ്മുടെ ഈ പറയുന്ന രണ്ട് പേരുണ്ടല്ലോ, ഏതൊക്കെയാണ്? അതാ ഈ പറയുന്ന ഫ്രാൻസിയവും റേഡിയോവും. കണ്ടോ, ഫ്രാൻസിയവും റേഡിയോവും ഇവർ രണ്ടുപേരും എന്താണ്? ഇവർ നമ്മൾ ഈ പറയുന്ന എന്താ പറയുന്നത്? നമ്മൾ റേഡിയോ ആക്ടിവിറ്റി എന്നാണ് പറയുന്നത്. ഇലക്ട്രോൺ ആക്ടിവിറ്റി എന്നല്ല, റേഡിയോ ആക്ടിവിറ്റി കാണിക്കും. എന്ന് വെച്ചാൽ റേഡിയേഷൻ പുറപ്പെടുവിച്ച് സ്വയം അത് ഡീകേ ചെയ്തൊക്കെ പോകും. അതാണ് ഫ്രാൻസിയും റേഡിയോവും. അപ്പോൾ ഒന്നാമത്തെ എസ് ബ്ലോക്കിൽ അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവിന് ഇലക്ട്രോ എന്ന് വരും. ഒന്നാമത്തെ ഗ്രൂപ്പിൽ റേഡിയോ ആക്റ്റീവ് ആരൊക്കെയാണ്? ഒന്നാമത്തെ ഗ്രൂപ്പിൽ റേഡിയോ ആക്റ്റീവ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? അത് അവസാനത്തെ രണ്ടുപേരാണ്, ഫ്രാൻസിയും റേഡിയോവും. സെറ്റാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ പറഞ്ഞ പോയിന്റുകൾ ഞാൻ ഒരു തവണ റിപ്പീറ്റ് ചെയ്യുന്നു. എസ് ബ്ലോക്ക് ഇലമെൻറ്റുകൾ. ഇപ്പോൾ പറഞ്ഞേ, എസ് ബ്ലോക്ക് ഇലമെൻറ്റുകൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിൽ വരുന്നവരെ വിളിക്കുന്ന പേര് എസ് ബ്ലോക്ക് ഇലമെൻറ്റുകൾ. എസ് ബ്ലോക്ക് ഇലമെൻറ്റുകളുടെ പ്രത്യേകത, ഇവർ സോളിഡ് ആണ്, ഇവർ മെറ്റൽസ് ആണ്, ഇവർ നോർമലി സോളിഡ് സ്റ്റേറ്റ്. വ്യത്യാസമുള്ള ഒരേ ആളേ ഉള്ളൂ. ആരാണത്? അത് സീസിയം ആണ്. സീസിയം മാത്രം എന്തായിട്ട് കാണാറുണ്ട്? ലിക്വിഡായിട്ട് കാണാറുണ്ട്. ഇനി എസ് ബ്ലോക്ക് എലമെൻറ്റിൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ളത് ആരൊക്കെയാണ്? അത് ഫ്രാൻസിയവും റേഡിയോവുമാണ്. ആരൊക്കെയാണ്? ഫ്രാൻസിയവും റേഡിയോവുമാണ്. ഇതിൽ റേഡിയമാണ് ഇതിൽ ഏറ്റവും ഹെവിയസ്റ്റ് ആയിട്ട് വരുന്ന ആളെന്ന് പറയുന്നത്. യുറാനിയമാണ് ഞാൻ പറഞ്ഞ ഈ എസ് ബ്ലോക്കിൻ്റെ കാര്യത്തിൽ. ഇനി കെമിക്കൽ പ്രോപ്പർട്ടിയിൽ നമ്മൾ ഒരൊറ്റ പ്രോപ്പർട്ടി പഠിച്ചുള്ളൂ, ഇവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒന്നാമത്തെ ആൾക്കാർ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റും രണ്ടാമത്തെ ഗ്രൂപ്പുകാർ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കുന്നു. സെറ്റ് തീർന്നു. ഓക്കെ, തീർന്നു. ഇവിടെ പറഞ്ഞ കാര്യങ്ങളാണ്. എസ് ബ്ലോക്ക് എലമെൻറ്റുകൾ ജനറലി സോളിഡ് ആണ്, പക്ഷേ സീസിയം ലിക്വിഡ് ആണ്. 28 മെൽറ്റ് ആകും. എലമെൻറ്റുകളായിട്ടുള്ള ഫ്രാൻസിയവും റേഡിയോവും എന്താണ്? റേഡിയോ ആക്ടിവിറ്റി കാണിക്കും. നെക്സ്റ്റ് നമ്മൾ വരുന്നു പി ബ്ലോക്ക് എലമെൻറ്റുകൾ. പി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ പാവങ്ങളാണ്. പി ബ്ലോക്ക് എലമെൻറ്റുകൾ ആരാണ്? പാവങ്ങളാണ്. അപ്പോൾ അവരെല്ലാവരും എന്ത് ചെയ്യും? ഉൾപ്പെടുത്തും. അവർക്ക് അങ്ങനെ വാശിയൊന്നുമില്ല, അവരെല്ലാവരും ഉൾപ്പെടുത്തും. എന്ന് വെച്ചാൽ മെറ്റലുകളുണ്ട് അവിടെ, നോൺ മെറ്റലുകളുണ്ട് അവിടെ, മെറ്റലോയിഡുകളും ഉണ്ട് അവിടെ. മെറ്റലുണ്ട്, നോൺ മെറ്റലുണ്ട്, മെറ്റലോയിഡും ഉണ്ട്. അപ്പോൾ ആരാ ഈ പറയുന്ന പി ബ്ലോക്ക് എലമെൻറ്റുകൾ? നമ്മൾ പഠിച്ചു. പി ബ്ലോക്ക് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് നമ്പർ 13 തൊട്ട് ഗ്രൂപ്പ് നമ്പർ 18 വരെയുള്ള ഈ കാണുന്ന ഇത്രയും പേരാണ് പി ബ്ലോക്ക് എലമെൻറ്റുകൾ. എന്തുകൊണ്ട് പി ബ്ലോക്ക്? ഇവരുടെ അവസാനത്തെ ഇലക്ട്രോൺ പോകുന്നത് പി എന്ന് പറയുന്ന സബ് ഷെല്ലിലോട്ടാണ് അല്ലേ? നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ പി സബ് ഷെല്ലിലോട്ടാണ് പോകുന്നത്. ഓക്സിജൻ തന്നെ നമുക്ക് എടുക്കാം. 1s2 2s2 2p എത്രയാണ്? 4 അല്ലേ? അപ്പോൾ 1s2 2s2 2p 4 4 5 6 7 8. ഓക്കെ, അവസാനത്തെ ഇലക്ട്രോൺ പോയത് പി സബ്ഷെല്ലാണ്. സോ അവരെ വിളിക്കുന്ന പി ബ്ലോക്ക്. ഈ ഇടക്കുന്ന ആടെ കോൺഫിഗറേഷൻ നിങ്ങൾ എഴുതി നോക്കിക്കഴിഞ്ഞാലും അവരെന്ത് തന്നെ ആയിരിക്കും? പി ബ്ലോക്കിലായിരിക്കും അവസാനിക്കുന്നത്, അല്ലെങ്കിൽ പി സബ്ഷെല്ലിലായിരിക്കും അവസാനിക്കുന്നത്. സന്തോഷം, അങ്ങനെ ഇരുന്നോട്ടെ. ആരൊക്കെ അതിനകത്ത് വരുന്നുണ്ട്? ഇതിൽ മെറ്റൽസ് വരുന്നുണ്ട്. ഇത്രയും ആൾക്കാർ മെറ്റൽസ് ആണ്. ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഇത്രയും പേര് നോൺ മെറ്റൽസ് ആണ്. അതിനിടയിൽ കാണുന്നത് ഇവരെന്ന് പറയുന്നത് എന്താണ്? മെറ്റലോയിഡുകളാണ്. അപ്പോൾ ആരാ മെറ്റലോയിഡ്? മെറ്റലിൻ്റെയും നോൺ മെറ്റലിൻ്റെയും പ്രോപ്പർട്ടീസ് ചില സാഹചര്യങ്ങളിൽ കാണിക്കുന്നത് കൊണ്ട് അവരെന്ത് വിളിച്ചു? മെറ്റലോയിഡുകൾ എന്ന് വിളിച്ചു. പോരാത്തതിന് ഇങ്ങറ്റത്തായിട്ട് നമ്മുടെ ആരുണ്ട്? നിഷ്ക്രിയ വാതകങ്ങളായിട്ടുള്ള നോബിൾ ഗ്യാസുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മെറ്റലുണ്ട്, നോൺ മെറ്റലുണ്ട്, മെറ്റലോയിഡുണ്ട്. തീരുന്നില്ല. സോളിഡും ഉണ്ട്, ലിക്വിഡും ഉണ്ട്, ഇവിടെ ഗ്യാസും ഉണ്ട്. ഇവിടെ സോളിഡും ഉണ്ട്, ഇവിടെ ലിക്വിഡും ഉണ്ട്, ഇവിടെ ഗ്യാസും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അവർ പാവങ്ങളാണ്. അവരെല്ലാവരും എന്ത് ചെയ്യും? ഉൾക്കൊള്ളും. അപ്പോൾ മെറ്റലും നോൺ മെറ്റലും, മറ്റേ എസിനകത്താണെങ്കിൽ കുറച്ച് അഹങ്കാരികളാണ്, സുപ്രീമസിയാണ്, മെറ്റലാണ് കൂടുതലും. ഇവിടെ ആണെങ്കിലോ സോളിഡാ, ലിക്വിഡുണ്ട്, ഗ്യാസ് ഉണ്ട്, മെറ്റലുണ്ട്, മെറ്റലോയിഡുണ്ട്, നോൺ മെറ്റലും ഉണ്ട്. ഇനി ഇവരുടെ ഓക്സിഡേഷൻ പരിപാടിയിലോട്ട് നമുക്ക് പോയാലോ? നോക്കാം. പി ബ്ലോക്ക് എലമെൻറ്റുകളിനകത്ത് വരുന്നത് മെറ്റൽസ് ആണ്, നോൺ മെറ്റൽസ് ആണ്, മെറ്റലോയിഡുകളും ആണ്. അവർ സോളിഡും ലിക്വിഡും ഗ്യാഷ്യസ് സ്റ്റേറ്റുകൾ എന്ത് ചെയ്യുന്നു? എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കുമ്പോഴും അവരുടെ ആ ഒരു പാവത്വം ഇവിടെ കാണണ്ടേ? കാണും. ഇവർക്ക് പ്ലസ് ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കാൻ അറിയാം, മൈനസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനും അറിയാം. എന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കാനും അറിയാം, വാങ്ങാനും അറിയാം. അവർക്ക് കൊടുക്കാനും അറിയാം, അവർക്ക് വാങ്ങാനും അറിയാം. ഉദാഹരണം ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, HF. കണ്ടോ, ഹൈഡ്രജനകത്ത് ആകെ ഒന്നേ ഉള്ളൂ. ഫ്ലൂറിൻ എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയായിരിക്കും? നമുക്ക് അറ്റോമിക് നമ്പർ നോക്കിയ ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ എത്ര വരും? 17 അല്ലേ? സോറി, 17 അല്ലേ വരുന്നത്? അതെ, 17ാമത്തെ ഗ്രൂപ്പിലാണ് വരുന്നത്. 8 9 വരുന്നത്. ഓക്കെ, അറ്റോമിക് നമ്പർ വരുന്നത് എത്രയാണ്? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 9. അപ്പോൾ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കിയാൽ എങ്ങനെ വരും? 2 പിന്നെ എത്രയാണ് വരുന്നത്? 8 ആയിക്കഴിഞ്ഞാൽ 9 ആവും. അപ്പോൾ 2 7 അല്ലെ? 7 8 9 2 7 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. സബ്ഷെൽ കോൺഫിഗറേഷൻ ആണെങ്കിലോ 1s2
2s2 2p5 2p5 5 6 7 8 9 കണ്ടല്ലോ. അപ്പോൾ ഇവൻ്റെ പരിപാടി ഇവിടെ നിൽക്കട്ടെ. ഹൈഡ്രജനകത്താണെങ്കിൽ ഒന്നേ ഉള്ളൂ, 1s1 ഉള്ളൂ. അപ്പോൾ ഇവർ ബോണ്ട് ചെയ്യുന്ന സമയത്ത് ആലോചിച്ച് നോക്കടാ, എന്താ ഉദ്ദേശം? എന്താ ഉദ്ദേശം? അവസാനത്തിൽ 8 ആക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഒക്ടക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ 7 ഉണ്ട്, ഒന്നും കൂടെ കിട്ടിയാൽ ഞാൻ അങ്ങ് ഹാപ്പി ആയിട്ട് പോകാമെന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ പറയും എൻ്റെ കയ്യിൽ ആകെ ഒന്നേ ഉള്ളൂ, നീ ആ ഒന്നിനെ തന്നെ അങ്ങ് തരാം. അപ്പോൾ എന്ത് പറ്റും? ഇവർ ബോണ്ട് ഉണ്ടാക്കും. എന്ത് പറ്റും? ഈ ഒന്നിനെ ഇങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും? 2 8 ആയിട്ട് മാറി 2 8 മൈനസ് ആയിട്ട് മാറും. ഓക്കെ. അടുത്ത് ഈ പറയുന്ന ഹൈഡ്രജൻ ആണെങ്കിലോ H+1 ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ 1 മൈനസ് ആവും, ഇവിടെ 1 പ്ലസ് ആവും. അപ്പോൾ ഫ്ലൂറിൻ്റെ ഇവിടുത്തെ കേസിൽ ഫ്ലൂറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും സാറേ -1 കാരണം ഒരു ഇലക്ട്രോൺ വാങ്ങിച്ചു, -1 ഫ്ലൂറിൻ്റെ കേസ്. ആയിക്കോട്ടെ. Al2O3 നമുക്ക് നോക്കിയാലോ. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ ഞാനൊരു നിയമം ഇവിടെ പറയുകയാണ്, ശ്രദ്ധിച്ച് കേട്ടോളാം. ഇത് ഇങ്ങോട്ട് എഴുതാം. നോക്കിയോ, ഒന്നുകൂടി ഇത് പറഞ്ഞിട്ട് തുടങ്ങാം. നോക്കിയോ. അപ്പോൾ പി ബ്ലോക്ക് എലമെൻറ്റുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ 13 തൊട്ട് 18 വരെ വരുന്നവരാണ് പി ബ്ലോക്ക് എലമെൻറ്റുകൾ എന്ന് പറയുന്നത്. അതിൽ മെറ്റലുണ്ട്, മെറ്റലോയിഡുണ്ട്, മെറ്റലുണ്ട്, നോൺ മെറ്റലുണ്ട്, മെറ്റലോയിഡുണ്ട്, സോളിഡുണ്ട്, ലിക്വിഡുണ്ട്, ഗ്യാസുണ്ട്. ഓക്കെ. സൾഫർ അലുമിനിയം സോളിഡാണ്, ബ്രോമിൻ ലിക്വിഡാണ്, അതുപോലെ ഫ്ലൂറിനും ഓക്സിജനും ഗ്യാസുമാണ്. ഓക്കെ. മെറ്റലാണെങ്കിൽ അലുമിനിയം ടിന്ന് മെറ്റലാണ്, ഫ്ലൂറിനും ഓക്സിജനും സൾഫറും അവിടെ നോൺ മെറ്റലാണ്, ബോറോണും സിലിക്കണും അവിടെ എന്താണ്? മെറ്റലോയിഡുമാണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റിലും പ്രശ്നമുണ്ട്. കണ്ടോ, ഹൈഡ്രജൻ ഫ്ലൂറൈഡ് വന്നപ്പോൾ അവിടെ ഹൈഡ്രജൻ്റെ +1 -1, അതായത് പി ബ്ലോക്ക് എലമെൻറ്റുകൾ മൈനസ് ഓക്സിഡേഷൻ കാണിക്കും എന്ന് നമുക്ക് തെളിവായി. ഇനിയാണ് ഞാൻ പറയുന്നൊരു കാര്യം. Al2O3യുടെ ഓക്സിഡേഷൻ കണ്ടുപിടിക്കണം. Al2O3യുടെ ഓക്സിഡേഷൻ കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് പെട്ടെന്ന് അത് പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ ആകെ ഓർത്ത് വെക്കേണ്ട കാര്യം, മിക്കയിടത്ത് ഈ ഓക്സിജൻ കാണും. ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -2 ആണ്. എന്തുകൊണ്ടാണ്? കാരണം നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ തന്നെ അറിയാം. അലുമിനിയം ഒന്നും നമുക്ക് ഓർമ്മയില്ലെങ്കിലും പേടിക്കേണ്ട. ഓക്സിജൻ്റെ അത് 2 6 ആണ്. അപ്പോൾ 2 കിട്ടിയാലേ അവൻ 8 ആവുള്ളൂ. അപ്പോൾ -2 ആണ് കാണിക്കുന്നത്. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ടോ? 3 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അലുമിനിയത്തിൻ്റെ അറിഞ്ഞൂടാത്തത്, നമുക്ക് ഓക്സിജൻ്റെ എന്ത് ചെയ്യാം? അറിയാമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്സിജൻ 3 എണ്ണമുണ്ട്. അതിലൊരു ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണ്. അലൂമിനിയത്തിന് നമുക്ക് അറിയത്തില്ല, പക്ഷേ അലൂമിനിയം എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പോൾ 2x ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാറേ എന്തിനാ ഇങ്ങനെ എഴുതിയെന്ന്. നോക്കടാ, Al2O3 എന്ന് എഴുതുമ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ പ്ലസ് മൈനസ് ഒന്നും കൊടുത്തിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവരിപ്പോൾ ന്യൂട്രലാണ്. ഇവരിപ്പോൾ എന്താണ്? ന്യൂട്രലാണ്. അപ്പോൾ ന്യൂട്രൽ ആകണമെങ്കിൽ ഇവൻ്റെയും ചാർജുകൾ പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകണം. അതായത് ഇവൻ ഓക്സിജൻ എന്ന് പറയുന്ന ആളുടെ ചാർജ് ഇപ്പോൾ എത്ര? 3 × -2 -6 ആണ്. എങ്കിൽ അലുമിനിയത്തിൻ്റെ അത് +6 ആയി കഴിഞ്ഞാൽ അത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്തത് ന്യൂട്രൽ ആകത്തുള്ളൂ. ആ ലോജിക്ക് വെച്ചാണ് നമ്മളിവിടെ എഴുതുന്നത്. എന്താ നമ്മൾ എഴുതിയത്? അലുമിനിയത്തിൻ്റെ നമുക്ക് അറിയില്ല, x ആണ്. പക്ഷേ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പോൾ 2x എന്ന് നമുക്ക് കൊടുക്കാം. അതേ പ്ലസ് ആ ഓക്സിജൻ്റെ എത്രയാണ്? -2 ആണ് ചാർജ്, 3 എണ്ണം ഉണ്ട്. അപ്പോൾ 3 × -2. ഇത് എപ്പോഴും എത്രയേ കിട്ടാൻ പാടുള്ളൂ? 0 കിട്ടാൻ പാടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്തെടുത്തൂടെ? അപ്പോൾ 2x - 6 = 0. അതിൽ നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന x = 6/2, ദാറ്റ് ഈസ് x = എത്ര വരും? 3 എന്ന് വരും. അതായത് ഒരു അലുമിനിയത്തിൻ്റെ ഓക്സിഡേഷൻ +3. അങ്ങനത്തെ 2 എണ്ണം ഉള്ളത് കൊണ്ട് അത് എത്രയായിട്ട് മാറി? +6 ആയിട്ട് മാറി. അപ്പോൾ ഒരു അലുമിനിയത്തിൻ്റെത് +3 ആണ്. സോ അലുമിനിയത്തിൻ്റെ എന്താണ്? +3 ആണ്. ഇനി ഇത്രയും ബുദ്ധിമുട്ടാൻ വയ്യേ? സിമ്പിൾ പരിപാടി പറഞ്ഞുതരാം. അറ്റോമിക് നമ്പർ ഓർമ്മയുണ്ടെങ്കിൽ മതി. അറ്റോമിക് നമ്പർ ഓഫ് അലുമിനിയം 13. ഞാൻ ചാപ്റ്റർ തുടങ്ങിയപ്പോഴേ പറഞ്ഞു ആദ്യത്തെ ഒരു 20 വരെ പഠിച്ചു വെച്ചേക്കാൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കിയേ. 2 8 3. അപ്പോൾ 3 അല്ലേ? ഈ 3 കൊടുക്കുന്നതല്ലേ അലുമിനിയത്തിന് ഇഷ്ടം. അപ്പോൾ എന്തായി? +3 ആയി. +3 കിട്ടി. ഇങ്ങനെയും കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാറേ എന്നാൽ ഈ എളുപ്പമുള്ള വഴി ഉണ്ടായിട്ട് ഞാൻ എന്തിനാണോ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുത്തി പറഞ്ഞു തന്നു? ഇതാണ് ജനറൽ വഴി. ഇത് വെച്ച് നിങ്ങൾക്ക് ഒരു തന്നെ കിട്ടിയാൽ മറ്റേവൻ്റെയും കണ്ടുപിടിക്കാം. ഇപ്പോൾ അലുമിനിയൊക്കെ ആയതുകൊണ്ട് 13 ആയതുകൊണ്ട് ചിലപ്പോൾ ഓർമ്മ കാണും. കുറച്ചുകൂടി നിങ്ങൾ വലിയ ക്ലാസ്സിലോട്ട് പോകാനുള്ളവരല്ലേ, അല്ലേ? +1 +2 ഒക്കെ പഠിക്കണ്ടേ? അപ്പോൾ അതിനൊക്കെ വേണ്ടി ചേർത്ത് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതാണ് ജനറൽ ആയിട്ടുള്ള റൂള്. കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ അലുമിനിയം +3 ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കും. ഇനി സൾഫർ ഡയോക്സൈഡ് നോക്കി. സൾഫറിൻ്റെ അറ്റോമിക് നമ്പറൊക്കെ ഓർമ്മയുണ്ടോ? കാണാതെ പെട്ടെന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ മറന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എഴുതും. സൾഫർ ഡയോക്സൈഡിൻ്റെ ഫോർമുല അറിയാം. എന്താണ്? SO2. നമുക്കറിയാം സൾഫറിൻ്റെ അറിയത്തില്ല, x ആണ്. പക്ഷേ ഓക്സിജൻ 2 എണ്ണം ഉണ്ട്. പക്ഷേ ഓക്സിജൻ്റെ ചാർജ് -2 ആണ്. അത് 0 ആകാനേ വഴിയുള്ളൂ. അപ്പോൾ x - 4 എന്ന് പറയുന്നത് 0 ആകണം.
അപ്പോൾ എക്സിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +4 ആകണം. അതായത് സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എപ്പോഴും +4 ആയിരിക്കും. എപ്പോഴും ഈ കേസിൽ +4 ആയിരിക്കും. അപ്പോൾ നോക്കട്ടെ, നമുക്ക് ഈ പറയുന്ന സൾഫറിൻ്റെ നമുക്ക് എന്ത് കിട്ടി? ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +4 എന്ന് കിട്ടി. എത്രയെന്ന് കിട്ടി? +4 എന്ന് കിട്ടി. അപ്പോൾ എന്താ ഇത്രയും നേരം പറയുന്നതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. പി ബ്ലോക്ക് എലമെൻറ്റുകൾക്ക് മൈനസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനും അറിയാം, പ്ലസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനും അറിയാം. അത്രയേ ഉള്ളൂ. ഓക്കെ, ദ പി ബ്ലോക്ക് എലമെൻറ്റ് ക്യാൻ ഫോം ബോത്ത് പ്ലസ് ആൻഡ് നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അത് പറഞ്ഞു തന്ന എക്സാമ്പിൾസ് ആണ് ഇവിടെ പറഞ്ഞു തന്നത്. അലുമിനിയവും സൾഫറും ഓക്കെ ആണല്ലോ, പരിപാടി കിട്ടി കാണുമല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലായി. ഓക്കെ, കിട്ടി. ഇനി ഇവിടെയും ഉണ്ട് പ്രശ്നം. ഇവർ സോളിഡും ലിക്വിഡും ഗ്യാസും ആണെങ്കിലും ഇവിടെ ഒരാളുണ്ട്. ഗാലിയം എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്നാണ് വളരെ കുറവാണ്. അതുകൊണ്ട് വാം ഡേയ്സിൽ ഈ ലിക്വിഡായി എക്സിസ്റ്റ് ചെയ്യുന്ന പി ബ്ലോക്ക് എലമെൻറ്റുകൾ ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഗാലിയം പറയണം. ഏത് പറയണം? ഗാലിയം പറയണം. അപ്പോൾ എന്താ ഇവിടെ സംശയം? ഇതുപോലെ തൊട്ട് മുമ്പ് പഠിച്ച ഏതാ? CCM. എസ് ബ്ലോക്ക് എലമെൻറ്റിൽ റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡായി നിൽക്കുന്നത് CCM ആണെങ്കിൽ പി ബ്ലോക്ക് എലമെൻറ്റുകളിൽ അതാരാണ്? അത് ഗാലിയമാണ്. അപ്പോൾ ഈ കൺഫ്യൂഷൻ വരുന്നത് കൊണ്ട് പ്രത്യേകം പോയിന്റ് ഇട്ട് ഓർത്ത് വയ്ക്കുക. ഓക്കെ, എസ്സിൽ CCM, എസ്സിൽ CCM, CS കണ്ടോ, എസ്സിൽ CCM, പിയിൽ ഗാലിയം, പിയിൽ ഗാലിയം. അപ്പോൾ എസ്സിൽ CCM, പിയിൽ ഗാലിയം. പ്രാസം വെച്ച് പഠിച്ചു വെച്ചോ. ഓക്കെ, തീർന്നു. ഒറ്റ പോയിന്റ് കൂടി ഒരു ചോദ്യമുണ്ട്. ദ അയണൈസേഷൻ എൻതാൽപ്പി ഈസ് അയണൈസേഷൻ എൻതാൽപ്പി ലോവർ ഫോർ എസ് ബ്ലോക്ക് എലമെൻറ്റ് ഓർ പി ബ്ലോക്ക് എലമെൻറ്റ് എക്സ്പ്ലൈൻ. അയണൈസേഷൻ എൻതാൽപ്പി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ? അത് വെച്ചിട്ട് പറ, എസ് ബ്ലോക്കിനാണോ പി ബ്ലോക്കിനാണോ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് കുറവ് എന്നാണ് ചോദ്യം. അപ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് വെച്ചാൽ എന്താ? ഒരു ഔട്ടർ മോസ്റ്റിൽ കാണുന്ന ഇലക്ട്രോണിനെ അതിൻ്റെ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാനായിട്ട് നമ്മൾ എത്ര എനർജി അങ്ങോട്ട് കൊടുക്കണം എന്നതാണ് അയണൈസേഷൻ എൻതാൽപ്പിയുടെ അർത്ഥം അല്ലേ? ഔട്ടർ മോസ്റ്റ് കാണുന്ന ഇലക്ട്രോണിനെ പുറത്താക്കാൻ എത്ര എനർജി നമ്മൾ കൊടുക്കണം. സോ ആരാണോ ലൂസായി ബോണ്ട് ചെയ്ത് വെച്ചേക്കുന്നത് അവനായിരിക്കും എൻതാൽപ്പി കുറവ്. എസും ബിയും നോക്കിക്കഴിഞ്ഞാൽ നോക്കിയേ, വലിപ്പം നോക്കാം. വലിപ്പത്തിൽ എസ് ബ്ലോക്ക് എലമെൻറ്റുകളാണ് വലുതെന്ന് പറയുന്നത്. അതായത് ന്യൂക്ലിയസിൽ നിന്നുള്ള ദൂരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എസ് ബ്ലോക്കാണ് വലുതെന്ന് പറയുന്നത്. ആരെക്കാളും? പി ബ്ലോക്കിനേക്കാളും. ഇപ്പോൾ ഒരേ വലിപ്പത്തിലുള്ള എസ്, ഒരേ പീരീഡിലുള്ള എസ്സും ഇവിടെ കാണുന്ന പിയും നോക്കിയാൽ എസ്സിനേക്കാളും ചെറുതായിരിക്കും പി. എസ്സിനേക്കാളും ചെറുതായിരിക്കും പി, കാരണം ന്യൂക്ലിയർ ചാർജ് ഒക്കെ കൂടുതലായതുകൊണ്ട്. അപ്പോൾ എസ്സിൽ നിന്ന് ഒരുതിനെ എടുത്തുകൊണ്ട് പോകലാണ് കുറച്ചുകൂടി ഈസി. അപ്പോൾ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് ഏറ്റവും ലോവർ ആർക്കാണ്? അത് എസ് ബ്ലോക്കിനാണ്. അതിന് 3 കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്താണ്? എസ് ബ്ലോക്ക് എലമെൻറ്റുകൾ പി ബ്ലോക്കിനേക്കാൾ വലുതാണ്, അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. 2, പി ബ്ലോക്ക് എലമെൻറ്റുകളിലേക്ക് വരുമ്പോഴത്തേക്കും പ്രോട്ടോണുകളുടെ എണ്ണം കൂടുതലാണ്. എസ്സിനേക്കാളും വലത്തോട്ട് പോകുമ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണം കൂടുതലില്ല. അറ്റോമിക് നമ്പർ ഇവിടെ ഇങ്ങനെ കൂടിയല്ലേ പോകുന്നത് ലോങ് പീരീഡ്. അപ്പോൾ എന്ത് പറ്റും? പ്രോട്ടോണുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട്, കൂടുതൽ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ടും അട്രാക്ഷൻ എന്തായിരിക്കും? ഇവിടെ കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് എസും ബിയും നോക്കിയിട്ട് ആർക്കാണ് അയണൈസേഷൻ എൻതാൽപ്പി കുറവെന്ന് ചോദിച്ചാൽ അത് എസ് ബ്ലോക്കിനും, കൂടുതൽ ആർക്കാണ്? പി ബ്ലോക്കിനുമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നോക്കാം. മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് ഒരു പോയിന്റ് കൂടി കണ്ട് നോക്കിയോ. എസിനെയും ബിനെയും കൂടി ചേർത്ത് വിളിക്കുന്നതാണ് മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റുകൾ എന്ന് വിളിക്കും. എസിനെയും പിനെയും കൂടി ചേർത്ത് നമ്മൾ എന്ത് വിളിക്കും? മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റുകൾ എന്ന് വിളിക്കും. ഓക്കെ, അയണൈസേഷൻ എൻതാൽപ്പി ലോ ആയതിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ വേണ്ട എനർജിയാണ് അയണൈസേഷൻ എൻതാൽപ്പി. അത് ഏറ്റവും കുറവാർക്കാണ്? എസ്സിനാണ്. ആരെക്കാളും? പിന്നെക്കാളും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ പറഞ്ഞു കണ്ടോ, എസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന അവസാനത്തെ അതിനകത്ത് 1 or 2 ഇലക്ട്രോണേ കാണത്തുള്ളൂ. സോ ബേസിക്കലി അവനത് കൊടുത്തു വിടുന്നതാണ് ഈസി. അറ്റോമിക് സൈസ് എന്ന് പറയുന്നത് എസ്സിനാണ് വലുത് ബിയെക്കാളും. സോ വലിപ്പം കൂടുതലാകുമ്പോൾ ദൂരെയുള്ളവരെ ശ്രദ്ധിക്കാൻ സമയം കിട്ടത്തില്ല, അവൻ പോവും. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് പി ബ്ലോക്കിനാണ് കൂടുതൽ. അപ്പോൾ പി ബ്ലോക്ക് കുറച്ചുകൂടി ശക്തമായിട്ട് പിടിച്ചു വെച്ചേക്കും. ഇത്രയും കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്ത് പറ്റുന്നത്? എസ്സിന് അയണൈസേഷൻ എനർജി കൂടുതലെന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡി ബ്ലോക്ക് എലമെൻറ്റുകളാണ്. അപ്പോൾ ഡി ബ്ലോക്ക് എലമെൻറ്റുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. സോ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.